നമസ്കാരം. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ MP ആയിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം കുറെ നാള് ഒളിവിലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ ഒളിവിലായിട്ടുള്ള കാരണങ്ങൾ നമുക്ക് എല്ലാവർക്കും, കേരളീയർക്കും എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇവിടെ കേരളത്തിൽ നിന്ന് പോയ ഒരു കന്യാസ്ത്രീയെ ഛത്തീസ്ഗഡിൽ വെച്ച് പിടിച്ചു വെക്കുകയും അവിടെ സംഘപരിവാർ ശക്തികൾ പ്രതിരോധം തീർക്കുന്ന ഒരു കാഴ്ചയും കാണാനുണ്ടായി. എന്നാൽ ആ മലയാളികൾക്ക് വേണ്ടിയിട്ട് ഒരക്ഷരം ഉരിയാടാൻ ഇതുവരെ തയ്യാറായിട്ടില്ലാത്ത ഒരു വ്യക്തിത്വമാണ് സുരേഷ് ഗോപി. അതിനുശേഷം അദ്ദേഹം പുറത്തിറങ്ങാൻ തന്നെ കുറെ അധികം വൈകിയിരുന്നു. പുറത്തിറങ്ങിയിരുന്നെങ്കിലും പ്രതികരണം അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴൊക്കെ മൗനം അവലംബിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വോട്ടിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഒട്ടാകെ കള്ളവോട്ട് ചേർത്തതിന്റെ അതിന്റെ ചർച്ചയും മറ്റും ഇന്ത്യയിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിഷയം സുപ്രീം കോടതിയിൽ ഇരിക്കുകയാണ്. അതിനുശേഷം പ്രതികരണമൊന്നുമില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം കുറച്ച് അനുയായികളെയും കൂട്ടി ആലിന്റെ ചുവട്ടിൽ വന്നിരുന്ന് കുറെ ഷോയൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം വന്നിരുന്നു. ആ പ്രായമുള്ള വ്യക്തിയെ അവിടെ നിന്ന് ആട്ടി ഓടിച്ചുകൊണ്ട് നിവേദനം മേടിച്ച് അത് എന്താണെന്ന് പോലും നോക്കാതെ അദ്ദേഹത്തെ അവിടുന്ന് പറഞ്ഞു വിടുന്ന ഒരു രംഗമാണ് കാണാൻ സാധിച്ചത്. എന്നിട്ട് പുറകിൽ നിന്നുണ്ട് അനുയായികൾ വിളിച്ചു പറയുന്നുണ്ട്, ഇത് വീഡിയോ എടുക്കരുത്. പക്ഷെ നവമാധ്യമങ്ങളിലും എല്ലാത്തിലും ആ മാധ്യമങ്ങളിലുമൊക്കെ വരികയും ശക്തമായ പ്രതിഷേധം കേരളത്തിന്റെ ഈ MP-ക്കെതിരായിട്ട് കേരളമൊട്ടാകെ ഉയരുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള KV അബ്ദുൽ ഖാദർ ഈ പ്രശ്നം ഏറ്റെടുക്കുകയും അദ്ദേഹത്തിന്റെ ഈ നിവേദനത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നപരിഹാരത്തിന് CPIM എന്ന പ്രസ്ഥാനം ഉണ്ടാകും എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് വാക്കുകൊടുക്കുകയും ഈ അടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിന്റെ വീടിന്റെ നിർമ്മാണം തുടങ്ങുകയും ചെയ്യുമെന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം ഒരു ചടങ്ങിൽ വെച്ച് അപമാനിച്ച ശ്രീ കൊച്ചുവേലായുധൻ്റെ വീട് നിർമ്മാണം CPIM ഏറ്റെടുത്തിരിക്കുകയാണ്. ആ പ്രഖ്യാപനത്തിനായിട്ടാണ് ഞങ്ങളെല്ലാം അവിടെ എത്തിയത്. ഇത് കേരളത്തിൻ്റെ ഒരു അഭിമാനമാണ്. ഈ നാടിൻ്റെ സാധാരണ മനുഷ്യൻ്റെ ആത്മവിശ്വാസത്തെ തകർത്ത, ഒരിക്കലും ഒരു ജനപ്രതിനിധി നടത്താൻ പാടില്ലാത്തൊരു പ്രഖ്യാപനം നടത്തിയ കേന്ദ്രമന്ത്രിക്കെതിരായിട്ടുള്ള സർഗാത്മകമായൊരു പ്രതിഷേധമാണ് ഇത് ഏറ്റെടുക്കലിലൂടെ ഞങ്ങൾ നിർവഹിക്കുന്നത്. നാളെ മുതൽ ഇതിൻ്റെ പണികൾ ഞങ്ങൾ ആരംഭിക്കുക തന്നെ ചെയ്യും. കേരളത്തിൽ ഇപ്പോ ഒരു MP മാത്രമേ ഉള്ളൂ. ഒരു MP ഉണ്ടായിട്ടാണ് ഈ അഹങ്കാരം. MP എന്ന് മാത്രമല്ല, അദ്ദേഹം കേന്ദ്രമന്ത്രി കൂടിയാണ്. ആ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ഒരാളുടെ അഹങ്കാരം ഇത്രമാത്രം ഉണ്ടെങ്കിൽ, ഈ ഒരു MP ഉണ്ടായിട്ട് ഇത്ര അഹങ്കാരമാണെങ്കിൽ, കേരളത്തിൽ ഭരണം കിട്ടി ഇവർ ഭരിക്കാൻ പോവുകയാണെങ്കിൽ എന്തും മാത്രം അഹങ്കാരവും ധാർഷ്ട്യവും ഉണ്ടാവുമെന്ന് ഈ ഒരൊറ്റ കാര്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും തൃശ്ശൂരിലെ ജനങ്ങൾക്കൊരു അബദ്ധം പറ്റി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ഭൂലോക അബദ്ധമാണ് എന്നുള്ള കാര്യത്തിൽ അതിലും തർക്കമില്ല. ഈ കാര്യത്തിൽ എന്തായാലും CPIM എന്ന പ്രസ്ഥാനം ജനങ്ങളോടൊപ്പം തന്നെയാണെന്നുള്ളത് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്.